നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. എണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കടുകും കൂടി ഇടുക. കടുക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അപ്പോൾ ഉലുവ മാത്രം ഇട്ടാൽ മതിയാവും. എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി, ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായി ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. കടുക് ഉലുവയും നല്ലോണം പൊട്ടിയതിന് ശേഷം മാത്രമേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇടാൻ. ഏകദേശം ഒരു ബ്രൗൺ നിറം ആകുമ്പോഴേക്കും ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ബ്രൗൺ നിറം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഞാനൊരു 4 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ബ്രൗൺ നിറമായതിനു ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലോണം കുറച്ച് വെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 കൂടി മിക്സ് ചെയ്തത് ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളത്തിൽ നനച്ച് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. ആ വെള്ളമയം എല്ലാം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടിയുടെയൊക്കെ വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. അത് കഴിയുമ്പോഴേക്കും നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത്, നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനാവശ്യമുള്ള അല്ലെങ്കിൽ 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീൻ വേകാനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കല്ല് ആഡ് ചെയ്യാം. ഉപ്പ് കല്ലിടുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആദ്യം കുറച്ചിടുക, പിന്നെ നമുക്ക് വേണ്ടി വന്നാൽ കുറച്ചുകൂടി ഇടാൻ. ഞാനൊരു 4 കഷ്ണം കുടംപുളി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. വെള്ളം തിളച്ച് വരുന്ന ഒപ്പം തന്നെ കുടംപുളി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ പതുക്കെ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ടതിന് ശേഷം നമുക്ക് ചട്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് മീനെല്ലാം അതിൻ്റെ അടിയിൽ പോകുന്ന പോലെ നമുക്ക് കറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ച് വറ്റുന്നത് വരെ അവിടെ തിളയ്ക്കട്ടെ. നല്ലവണ്ണം തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നും കൂടി അത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. അതിനുശേഷം നല്ലോണം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നമുക്കിനി ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം. ലേശം ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ ഏറെക്കുറെ മീൻ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി കിടന്നാൽ മീൻ കത്തി കിട്ടും.
ഇപ്പോൾ മീൻകറി നന്നായി കുറുകി വന്നിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ മീതെ ഇടുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. നമ്മുടെ വരാൽ മുളകിട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുമല്ലോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ.